എഡ്ഫിൽ ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പാർട്ട് ഒരു PYQ അനാലിസിസ് ആണ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കിയായിട്ടുള്ള മറ്റ് PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും നെറേറ്റീവ് റിസർച്ച് എന്താണ് അതിനെക്കുറിച്ചും പിന്നെ ആ ഒരു ഭാഗത്തു നിന്ന് വന്നൊരു ക്വസ്റ്റ്യനുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. This is our question. One sports psychologist wanted to carry out a biographical study by writing and recording the experiences of a hockey legend. This is an example of dash approach. ജൂൺ 2023 ചോദിച്ച ചോദ്യമാണ്. ഇതിന് കൊടുത്തത് ഫിനോമിനോളജി ഉണ്ട്, എത്തനോഗ്രാഫി ഉണ്ട്, നെറേറ്റീവ് റിസർച്ച് ഉണ്ട്, ഗ്രൗണ്ടഡ് തിയറി ഉണ്ട്. അപ്പോൾ ഫിനോമിനോളജിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു, എത്തനോഗ്രാഫി ചർച്ച ചെയ്ത് കഴിഞ്ഞു, നെറേറ്റീവ് റിസർച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല, ഗ്രൗണ്ടഡ് തിയറിയും പറഞ്ഞു. സോ ഇതിനേതാണ് ആൻസർ എന്ന് അറിയണമെങ്കിൽ നമുക്കിതിൽ അറിയാത്തൊരു ഭാഗമുണ്ട്, നെറേറ്റീവ് സ്റ്റഡി. അപ്പോൾ അതുകൂടി നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എന്നിട്ട് നമുക്കിതിൻ്റെ ആൻസറിലേക്ക് കടക്കാം. സോ നെറേറ്റീവ് റിസർച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ ഒരു മെത്തേഡ് ഓഫ് റിസർച്ച് ആണ് നെറേറ്റീവ് റിസർച്ച്. Narrative research is used to understand and represent experiences through the stories people tell, analyzing how and why stories are told and what they mean. Narrative എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഓക്കെ, ആളുകൾ പറയുന്നതിനനുസരിച്ചിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹൗ ആൻഡ് വൈ സ്റ്റോറീസ് ആർ ടോൾഡ്, എന്തുകൊണ്ടാണ് ഇവർ ഈ കഥകൾ പറയുന്നത്, അതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഡോക്യുമെൻ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനൊക്കെയാണ് ആ ഒരു മെത്തേഡിനെയാണ് നെറേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. Narrative research is a qualitative method that explores the lived experiences of individuals through the collection and analysis of their personal stories. Lived experiences കാണുമ്പോഴേക്ക് നേരെ പോയിട്ട് ഫിനോമിനോളജി എഴുതരുത്, അതിൻ്റെ ബാക്കി നോക്കണം. കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ദെയർ പേഴ്സണൽ സ്റ്റോറീസ്. സ്റ്റോറിയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, എയിമിങ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ കൺസ്ട്രക്ട് മീനിങ് ഇൻ ദെയർ ലൈഫ്. അതെങ്ങനെയാണ് അവരുടെ ജീവിതത്തിനൊരു മീനിങ് കൊടുക്കുന്നത് ഈ സ്റ്റോറിയിലൂടെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൂടെ. ഓക്കെ, അത് ഒരു ഇൻഡിവിജ്വലിനാണ് നെറേറ്റീവ് റിസർച്ചിൽ നമ്മൾ ഒരുപാട് പേർക്കല്ല, ഒരു ഇൻഡിവിജ്വലിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. ഇനി നെറേറ്റീവ് അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് അപ്രോച്ചസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണായിട്ട് വരുന്നതാണ് തീമാറ്റിക് അനാലിസിസ്. എന്താണ് തീമാറ്റിക് അനാലിസിസ്? Thematic analysis assumes language is a direct and unambiguous route to meaning. ഇവിടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ അണാംബിഗ്വസ് റൂട്ടാണ്. ഒരു കാര്യത്തിൻ്റെ മീനിങ്ങിലേക്കുള്ള ഡയറക്റ്റായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അണാംബിഗ്വസ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Researchers collect many stories and then inductively create conceptual grouping from the data. അപ്പോൾ റിസർച്ചേഴ്സ് ഒരുപാട് സ്റ്റോറീസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതിനെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്തിട്ട് ഒരു ഡാറ്റേൻ്റെ ഗ്രൂപ്പിംഗ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. മെനി സ്റ്റോറീസ് ആൻഡ് ഇൻഡക്റ്റീവ്ലി ക്രിയേറ്റ് കൺസെപ്ച്വൽ ഗ്രൂപ്പിംഗ്സ് ഫ്രം ദ ഡാറ്റ. ആ ഡാറ്റയിൽ നിന്ന് അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി തീർക്കും. വാട്ട് ഈസ് സെഡ്? തീമാറ്റിക് അനാലിസിസിൽ മെയിനായിട്ട് നോക്കുന്നത് വാട്ട് ഈസ് സെഡ്, എന്താണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞത് അല്ലെങ്കിൽ ഈ കണ്ടന്റ് ഓഫ് ദ സ്റ്റോറി. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ലാംഗ്വേജിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വാട്ട് ഈസ് സെഡ്. ഓക്കെ, ഇനി വരുന്നതാണ് സ്ട്രക്ചറൽ അനാലിസിസ്. ഇപ്പം പറഞ്ഞത് തീമാറ്റിക് അനാലിസിസ് ആയിരുന്നു, അടുത്തതാണ് സ്ട്രക്ചറൽ അനാലിസിസ്. ദിസ് അപ്രോച്ച് വ്യൂസ് ലാംഗ്വേജ് ആസ് എ റിസോഴ്സ് ആൻഡ് ഒബ്ജക്റ്റ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ. ഇവർ പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷനുള്ള ഒരു റിസോഴ്സോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒക്കെയാണ്. ഓക്കെ, മൂവിങ് ബിയോണ്ട് ദ റെഫറൻഷ്യൽ കോണ്ടെക്സ്റ്റ്. സ്ട്രക്ചറൽ അനാലിസിസ് അസ്യൂംസ് ദ വേ എ സ്റ്റോറി ഈസ് ടോൾഡ് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദ കണ്ടന്റ് ഓഫ് ദ സ്റ്റോറി. ഈ ഒരു സ്റ്റോറിയുടെ കണ്ടന്റിനെക്കാട്ടിലും അല്ലെങ്കിൽ കണ്ടന്റ് പോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി പറഞ്ഞത്, ദ വേ സ്റ്റോറി ഈസ് ടോൾഡ്. ഓക്കെ, ആ ഒരു പറയുന്ന രീതിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഹൗ ദ സ്റ്റോറി ഈസ് ടോൾഡ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓർ ഫോം.
ഈ സ്റ്റോറി എങ്ങനെയാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ്. തീമാറ്റിക് വാട്ട് ഈസ് ദ കണ്ടന്റ്, ഓക്കെ, വാട്ട് ഈസ് സെഡ് എന്നാ പറഞ്ഞത്. എന്നാൽ ഇവിടെ പറയുന്നത് ഹൗ ഈസ് ദ സ്റ്റോറി ടോൾഡ്, എങ്ങനെയാണ് ഈ കഥ പറയുന്നത്. ദാറ്റ് ഈസ് സ്ട്രക്ചറൽ അനാലിസിസ്, ദ സ്ട്രക്ചർ ഓർ ഫോം. ഓക്കെ, ഇനി മൂന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇന്ററാക്ഷണൽ അനാലിസിസ്. ഇന്ററാക്ഷണൽ അനാലിസിസ് ലുക്സ് at how narratives are created and understood within the context of social interactions. ഇവിടെ വരുന്നത് പേര് പറയുന്നത് പോലെ തന്നെ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ്. എങ്ങനെയാണ് ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ ഒരാളുടെ നെറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് എന്നൊക്കെ. This approach acknowledges the narratives are not created in isolation but are shaped by the listener's responses, the social context of the storytelling and the relationship between the storyteller and the listener. അതായത് ഒരാൾ ഒറ്റയ്ക്കിരുന്നാൽ ഒരു സ്റ്റോറി ഉണ്ടാവുന്നില്ല. ഒരു സ്റ്റോറി രൂപപ്പെടണമെങ്കിൽ അത് കേൾക്കുന്ന ആൾക്കും ആ സ്റ്റോറി നടക്കുന്ന ഒരു സിറ്റുവേഷനും വളരെ വലിയ പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ലിസണറിൻ്റെ റെസ്പോൺസ്, കേൾക്കുന്ന ആളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ അതിൻ്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ്, പിന്നെ ഈ സ്റ്റോറി ടെല്ലറും ലിസണറും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ്, ഈ കാര്യങ്ങൾക്കൊക്കെ സ്റ്റോറീനെ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്ങിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് ഇൻ്ററാക്ഷൻ അനാലിസിസ് എന്ന് പറയുക. ക്ലിയർ ആയിട്ടുണ്ടോ? ഇപ്പോൾ 3 മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്, 3 അപ്രോച്ചസ് ആണ് പറഞ്ഞത്. തീമാറ്റിക് അനാലിസിസ്, സ്ട്രക്ചറൽ അനാലിസിസ്, ഇപ്പോൾ പറഞ്ഞത് ഇൻ്ററാക്ഷണൽ അനാലിസിസ്. ഇനി വരുന്നതാണ് പെർഫോമൻസ് അനാലിസിസ്. നെഗറ്റീവ് റിസർച്ചിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഡിഫറെൻറ്റ് അപ്രോച്ചസിനെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പെർഫോമൻസ് അനാലിസിസ്. Examining the performative elements of a storytelling such as the use of language, non-verbal communication, audience engagement provides further insight into how stories are constructed and the effect they create. ഒരാൾ ഒരു സ്റ്റോറി പറയുന്ന സമയത്ത് അതിന് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അയാൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, പിന്നെ യൂസ് ചെയ്യുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നോൺ വെർബൽ ക്യൂസ്. ഓക്കെ, ആളുടെ ബോഡി ലാംഗ്വേജ്, ആളുടെ ഒരു തലയാട്ടുന്നത്, പിന്നെ മൂളിക്കൊടുക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ഇതിൽ എഫക്റ്റ് ചെയ്യും. പിന്നെ വരുന്നതാണ് ഓഡിയൻസ് എൻഗേജ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് എങ്ങനെ ഒരു സ്റ്റോറി കൺസ്ട്രക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നത്. റിസർച്ചേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ ദ നെറേറ്റർ പൊസിഷൻസ് ദംസെൽസ് ഇൻ റിലേഷൻ ടു ദ ഓഡിയൻസ്. അതായത് ഒരു നെറേറ്റ് ചെയ്യുന്ന ആ ആൾ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നതെന്ന് അറിയാൻ റിസർച്ചർ വളരെ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. സോ നമ്മളിപ്പം പറഞ്ഞത് പെർഫോമൻസ് അനാലിസിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നെറേറ്റീവ് റിസർച്ചിനെ കുറിച്ചിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് മെയിനായിട്ട് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ആ സ്റ്റോറി ടെല്ലിങ്ങിൽ എന്തൊക്കെയാണ് കണ്ടന്റ് വരുന്നത്, അതിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, അവിടെ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. One sports psychologist wanted to carry out a biographical study by writing and recording the experiences of a hockey legend. ഒരു ഹോക്കി ലെജൻഡിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ബയോഗ്രഫിക്കൽ സ്റ്റഡി നടത്തുകയാണ്. ബൈ റൈറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് ദ എക്സ്പീരിയൻസസ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ ഒരു ഹോക്കി ലെജൻഡ് ഒരാളെ കുറിച്ചിട്ട്, ആളുടെ ജീവിത കഥയെ കുറിച്ച് എഴുതാൻ പോവുകയാണ്. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ് എന്ത്, ഒരാളുടെ ജീവിത കഥയെ കുറിച്ചിട്ടും അങ്ങനെ നെറേറ്റീവ്സ് ഒക്കെ എഴുതുകയാണെങ്കിൽ അത് ഏതിൽ വരുന്നതാണ്? നെറേറ്റീവ് സ്റ്റഡിയാണ്, ഫിനോമിനോളജി അല്ല, എത്തനോഗ്രാഫി അല്ല, ഗ്രൗണ്ടഡ് തിയറി അല്ല. അപ്പോൾ ഇവിടെ വരുന്നത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫിനോമിനോളജി എന്താ പറയുന്നത്? ഫോക്കസസ് ഓൺ ഷെയർഡ് ലിവ്ഡ് എക്സ്പീരിയൻസസ് അക്രോസ് പീപ്പിൾ, നോട്ട് വൺ ഇൻഡിവിജ്വൽ. ഓക്കെ, ഒരാളിലല്ല, ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസിലാണ് അവിടെ നോക്കുന്നത്. എത്തനോഗ്രാഫി എന്ന് പറഞ്ഞാൽ സ്റ്റഡീസ് കൾച്ചറൽ ഗ്രൂപ്പ്സ്, നോട്ട് സിംഗിൾ ഇൻഡിവിജ്വൽസ്. കൾച്ചറൽ ഗ്രൂപ്പ്സിനാണ് നോക്കുന്നത്, അവിടെ സിംഗിൾ ഇൻഡിവിജ്വലിനെ അല്ല. ഗ്രൗണ്ടഡ് തിയറി എയിംസ് ടു ഡെവലപ്പ് തിയറി ഫ്രം ഡാറ്റ, നോട്ട് ഡിസ്ക്രൈബ് എ ലൈഫ് സ്റ്റോറി. ഒരു ലൈഫ് സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്യുന്നതൊന്നുമല്ല, തിയറി ഡെവലപ്പ് ചെയ്യാണ് ഡാറ്റയിൽ നിന്ന്. നെറേറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ലൈഫ് സ്റ്റോറീസ് ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസസ്, ഓഫൺ പ്രസന്റഡ് ആസ് ബയോഗ്രഫിക്കൽ ഓർ ഓട്ടോബയോഗ്രഫിക്കൽ നെറേറ്റീവ്സ്. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? നെറേറ്റീവ് സ്റ്റഡി.
ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാനുണ്ട്. ഇത് ഇങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ തന്നത്? നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആണ്. ജൂൺ 2023 ചോദിച്ച ചോദ്യമാണ്. എന്താണ് ലിസ്റ്റ് 1 കൊടുത്തത്? ഗ്രൗണ്ടഡ് തിയറി, ഫിനോമിനോളജിക്കൽ റിസർച്ച്, നെറേറ്റീവ് റിസർച്ച്, എത്തനോഗ്രാഫി. ലിസ്റ്റ് 2 എന്തൊക്കെയാണ്? ലൈവ്സ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റഡീഡ് ആൻഡ് റീടോൾഡ് ടു ഡെവലപ്പ് എ ക്രോണോളജി, studying intact cultural group in national setting, deriving a general abstract theory through views of participants, understanding lived experiences of a small number of participants. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് അപ്പോൾ ഇതിൽ വരുന്നത്? ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു തിയറി ഡെവലപ്പ് ചെയ്യാണ്. സോ ജനറൽ അബ്സ്ട്രാക്ട് തിയറി ത്രൂ വ്യൂസ് ഓഫ് പാർട്ടിസിപ്പൻസ്. സോ ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുന്നത് ഇതായിരിക്കും. ഫിനോമിനോളജിക്കൽ റിസർച്ച് എന്താണ്? ലീവ്ഡ് എക്സ്പീരിയൻസസ് ആണ്, സ്മോൾ മെമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിൻ്റെ. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലീവ്ഡ് എക്സ്പീരിയൻസസ് ഓഫ് എ സ്മോൾ മെമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. ഇനി നെറേറ്റീവ് റിസർച്ച് ആണ്. നെറേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് എന്താ? ലൈവ്സ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റഡീഡ് ആൻഡ് റീടോൾഡ് ടു ഡെവലപ്പ് എ ക്രോണോളജി. നമ്മൾ കഥ പറയുക എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇൻഡിവിജ്വലിനെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ജീവിതത്തെ കുറിച്ചിട്ട് പഠിക്കുന്നത്. എത്തനോഗ്രാഫി എന്ന് കണ്ടാൽ പിന്നെ അത് കൾച്ചറൽ ഉണ്ടോ നോക്കുക. അപ്പോൾ സ്റ്റഡി ഇൻടാക്ട് കൾച്ചറൽ ഗ്രൂപ്പ് ഇൻ നാഷണൽ സെറ്റിംഗ്. ഇതാണ് അതിൻ്റെ ഒരു മാച്ചായിട്ട് വരുന്നത്. ഇനി ഒരു ചോദ്യം കൂടി നോക്കാം നമുക്ക്. സെപ്റ്റംബർ 2020 ചോദിച്ച ചോദ്യമാണ്. എ റിസർച്ചർ ഈസ് സ്റ്റഡിയിങ് ഗ്രൂപ്പ് പ്രോസസ് ഓഫ് സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പ് ഡെവലപ്പേഴ്സ് ബൈ സ്റ്റേയിങ് വിത്ത് ദം ആൻഡ് ലൈൻ ദം ഫോർ 6 months. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ബൈ ഹെർ? അപ്പോൾ a researcher is studying group process of software startup developers by staying with them and line them for 6 months. 6 മാസം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ കൂടെ ജീവിച്ചിട്ട് അവരെ കുറിച്ചിട്ടാണ് ഒരു റിസർച്ച് സ്റ്റഡി നടത്തുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ബൈ ഹെർ? ഇതിലേതാണ് അവൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഗ്രൗണ്ടഡ് തിയറി ഉണ്ട്, എത്തനോഗ്രാഫി ഉണ്ട്, നെറേറ്റീവ് അനാലിസിസ് ഉണ്ട്, ഫിനോമിനോളജിക്കൽ റിസർച്ച് ഉണ്ട്. ഒരു ടീമിൻ്റെ കൂടെ അവിടെ ജീവിച്ച് അവരെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഏതാണ് വരിക? എന്തായിരിക്കും? സ്റ്റേയിങ് വിത്ത് ദം. ഇതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? എത്തനോഗ്രാഫി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരേ കാര്യം തന്നെയാണ്. ഇതൊക്കെ മെത്തേഡ് ഓഫ് റിസർച്ചിൽ വരുന്നതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു 4-5 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് വഴി ചോദിക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ചോദിക്കാം. സോ ഇനി അടുത്ത പാർട്ടിൽ കാണാം. താങ്ക് യു.